നമസ്കാരം, സെബാസ്റ്റ്യനാണ്. 11-ാം തീയതി നടക്കുന്ന എഞ്ചിനീയറിംഗിൻ്റെ സ്പോട്ട് അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പോട്ട് അഡ്മിഷൻ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള പല കോളേജുകളിലും ഇൻഡിവിജ്വലായിട്ട് അതാത് കോളേജുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സെൻട്രലൈസ്ഡ് സ്പോട്ട് നടക്കുന്നുണ്ട്. അവിടെ 9 ഗവൺമെൻറ് കോളേജും 3 എയ്ഡഡ് കോളേജ് ഉൾപ്പെടെ 12 കോളേജുകളുടെ വേക്കൻസികൾ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് നൽകുക. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിലെ കാര്യം ആദ്യം എടുത്താൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ പറഞ്ഞ 12 കോളേജുകളിലായിട്ട് ആകെ വേക്കൻ്റായി കിടക്കുന്നത് 282 സീറ്റുകൾ മാത്രമാണ്. അതായത് 9 ഗവൺമെൻറ് കോളേജും 3 എയ്ഡഡ് കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആകെയുള്ള 12 കോളേജുകളിലായിട്ട് 282 സീറ്റുകൾ മാത്രമാണ്. ഈ 282 സീറ്റുകളുടെ കോളേജ് വൈസ് ഒരു സ്പ്ലിറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുള്ളത്. 36 സീറ്റ് അവിടെയുണ്ട്. അതേപോലെ NSS കോളേജിൽ 27 സീറ്റാണുള്ളത്. കോട്ടയത്തുള്ള KTE എന്ന് പറയുന്ന കോട്ടയത്തെ കോളേജിൽ 26 സീറ്റുകളാണുള്ളത്. TKM-ൽ 25 സീറ്റുകളാണുള്ളത്. തിരുവനന്തപുരം ബാട്ടം ഹില്ലിൽ TRV 24 സീറ്റാണ്. സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ 23 സീറ്റുണ്ട്. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ 23 സീറ്റുണ്ട്. MAC കോതമംഗലം 21 സീറ്റാണുള്ളത്. MAC കോതമംഗലം 22 സീറ്റാണുള്ളത്. TVE ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ 21 സീറ്റാണുള്ളത്. KKE കോഴിക്കോട് കോളേജ് അവിടെ 21 സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. PKD പാലക്കാട് 21 സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് KNR 13 സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ സീറ്റുകളെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഈ 12 കോളേജുകളിലായിട്ട് 282 സീറ്റുകളാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ധാരണ നിങ്ങൾ ആദ്യം തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് വയനാട് കോളേജ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 36 സീറ്റിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് ഇടുക്കി കോളേജ് താല്പര്യമില്ലെങ്കിൽ അവിടുത്തെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണോ അത് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നമ്മൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകളിലെ മൊത്തം സീറ്റുകൾ എത്രയാണെന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. അപ്പം കുറച്ചുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ 282 സീറ്റുകളും വിവിധ കാറ്റഗറിയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുന്ന സീറ്റുകളാണ്. ഈ 282 സീറ്റുകളുടെ സ്പ്ലിറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്നത് 142 സീറ്റുകളാണ്. അപ്പോൾ ഇതുകൂടാതെ EW ഒരു 10ഉം FW ഫീ വെയർ സ്കീമിൽ 11 സീറ്റുകളും ഉണ്ട്. അങ്ങനെ SM, EWS, FW ഈ 3 കാറ്റഗറിയെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വിവിധ കമ്മ്യൂണിറ്റി റിസർവേഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി റിസർവേഷനിലോ ഒക്കെ ആയിട്ടാണ്. അങ്ങനെ അതും കൂടെ കൂടുന്നതാണ് 282 സീറ്റ്. വിവിധ കാറ്റഗറിയിലെ സീറ്റുകളുടെ സ്പ്ലിറ്റപ്പ് ഞാനൊരു ഇമേജായിട്ട് ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈഴവ കാറ്റഗറിയിൽ നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ 22 വേക്കൻസിയാണുള്ളത്. ഈ 22 വേക്കൻസിയും ഒരു കോളേജിലായിരിക്കില്ല, പല കോളേജുകളിലായിട്ട് ഈ 12 കോളേജുകളിൽ പല ഇടങ്ങളിലായിട്ട് പല കോഴ്സുകളിലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ സീറ്റുകൾ ഏതാണെന്നും അവയുടെ റാങ്കിൻ്റെ പൊസിഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാൽ ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് സീറ്റുകളുടെ സ്പ്ലിറ്റപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സീറ്റുകളുടെ സ്പ്ലിറ്റപ്പ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ ഇമേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി റിസർവേഷനോ കാറ്റഗറി റിസർവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര സീറ്റുകൾ അവൈലബിൾ ആണെന്നും അതിലെ ലാസ്റ്റ് പൊസിഷൻ റാങ്ക് എത്രയാണെന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടാനുള്ള സാധ്യത സ്വയം വിലയിരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ആശയക്കുഴപ്പമൊക്കെ മാറും. അപ്പോൾ അതൊന്ന് ആശയക്കുഴപ്പം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡാറ്റ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പോകുന്ന ആളുകൾ പരിഗണിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിലവിൽ സീറ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് സ്പോട്ട് ലഭിക്കാനുള്ള സാധ്യത ഇരിക്കുന്നത്. മാത്രമല്ല മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് എഞ്ചിനീയറിംഗ് സ്കീമിലെ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലൂടെ അഡ്മിഷൻ നേടിയ കുട്ടികളിൽ പലരും എഞ്ചിനീയറിംഗ് വിട്ട് മറ്റു കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ആ കോഴ്സുകളുടെ അഡ്മിഷൻ ആവാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗിൽ തുടരുന്നുണ്ട്. ഇവരിനി നാളെ എഞ്ചിനീയറിംഗ് സ്ട്രീം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമല്ലോ, ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ എങ്ങനെ അഡ്മിഷൻ നടത്തുമെന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായി ധാരണയൊന്നുമില്ല. കാരണം ACT പറഞ്ഞിട്ടുള്ള പ്രകാരം സെപ്റ്റംബർ 15 കൂടിയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യാൻ ഇനി അടുത്ത ലാറ്ററൽ എൻട്രിയിൽ മാത്രമേ സാധ്യമാവൂ. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും റിലാക്സേഷൻ വരുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അത് വരുന്ന വഴി നോക്കാം. ഇപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഡാറ്റയൊക്കെ ഒന്ന് പരിശോധിക്കുക. 3 കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള അലോട്ട്മെൻറ്റുകളിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജിലെ ആ പർട്ടിക്കുലർ കോഴ്സിലെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കി വെക്കുക. അതും നമ്മുടെ കയ്യിലുള്ള റാങ്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അത് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നിയർ ബൈ റാങ്ക് ഒക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളങ്ങനെ പ്രതീക്ഷ വെച്ച് നിൽക്കുന്നതിൽ കാര്യമുണ്ട്. അതല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകൾ വിട്ടിട്ട് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അന്വേഷണം തുടരേണ്ടതാണ്.
അതല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിനെ വിട്ടിട്ട് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗിൽ നോക്കണം. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരുവിധം നല്ല റാങ്കുള്ള കോളേജുകളിലൊക്കെ സീറ്റുകൾ വേക്കൻറ്റ് സീറ്റുകൾ കുറവാണെന്നാണ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും നാളത്തെ ഒരു 12-ാം തീയതി കൂടിയിട്ട് കറക്റ്റ് പിക്ചർ കിട്ടും. അപ്പം വേക്കൻസി ആയി കിടക്കുന്ന സീറ്റുകളുടെ എണ്ണം ഒരുവിധം കൊള്ളാവുന്ന കോളേജുകളിൽ കുറവാകുമ്പോഴും ചില താരതമ്യേന ആശ്രയിക്കാവുന്ന ചില കോളേജുകളുണ്ട്. അവിടെ സീറ്റുകൾ വേക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അവിടുത്തെ കോഴ്സുകൾ തൃപ്തികരമാണെങ്കിൽ നമ്മൾ നേരത്തെ 2 വീഡിയോകളായിട്ട് കോളേജുകളുടെ റാങ്കിങ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് കോളേജസും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിനോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകളൊക്കെ ഒന്ന് പോയി പരിശോധിക്കുക. അവിടെ കോളേജുകളുടെ റാങ്കിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 50% മേലെയെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കോളേജുകളിൽ പ്രത്യേകമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോളേജുകളിൽ നിന്ന് നോക്കിയിട്ട് ആ കോളേജുകളിൽ വേക്കൻസി ഉണ്ട്, അവിടെ വേക്കൻസിയുള്ള സീറ്റ് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മറ്റെവിടെയും നിങ്ങൾ ഉദ്ദേശിച്ചൊരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ അത്തരം കോളേജുകളെ ആശ്രയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും സീറ്റുകൾ ഇങ്ങനെ സ്പോട്ട് അഡ്മിഷന് തരപ്പെടുത്താൻ കാത്തിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ ജാഗ്രതയോട് കൂടിയിട്ട് അന്വേഷിക്കണം. മുൻ വർഷങ്ങളിലെ പോലെ ഒരു വലിയ നമ്പർ ഓഫ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി പല മികച്ച കോളേജുകളിലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അഡ്മിഷൻ്റെ അവസാന ഘട്ടമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള നല്ല വാർത്തകൾ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.